ഓരോ തവണയും ആ ബാലൻ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്റെ മുറിയുടെ കതകിന്റെ കൂൺ ഭാഗത്ത് ഒരു നീളമുള്ള സ്റ്റീൽ പിന്നിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ അവൻ കണ്ടത് ആ പിന്ന് തകർന്നിരിക്കുന്നു എന്നതായിരുന്നു. ഉടനെ തന്നെ ആരോ വീട്ടിലേക്ക് കയറിയിരിക്കുന്നു എന്നതിന്റെ ബോധം അവനുണ്ടായി. അവന്റെ മുഴുവൻ മുറിയിലും സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെന്നും ഇത് നടത്താൻ കഴിയാവുന്ന ഒരേയൊരു ആളുകൾ പോലീസ് ഓഫീസർമാരാണ് എന്നതും അവൻ മനസ്സിലായി. അവൻ എത്രയും ശാന്തനായി തുടരാൻ ശ്രമിച്ചു, സംശയകരമായ പ്രവൃത്തികളൊന്നും കാണിക്കാതിരിക്കാനും ശ്രമിച്ചു. പോലീസ് അവനെ മണിക്കൂറുകളോളം നിരീക്ഷിച്ചു, പക്ഷേ ചെറുതുമായ ഒരു പിശകു പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ജെസ്സിക്ക് സമീപത്തൊരു ഡെത്ത് നോട്ടുണ്ടായിരുന്നു. ആ നോട്ട് ബുക്കിൽ ആരുടെയെങ്കിലും പേര് എഴുതിയാൽ അവർ എവിടെയായാലും മരിച്ചുപോകും. പോലീസ് നിരന്തരമായി തെളിവുകൾക്കായി കാത്തിരിക്കുമ്പോൾ അതേസമയം ടെലിവിഷനിൽ മറ്റൊരു ആകസ്മിക മരണവാർത്ത വന്നിരുന്നു. ജെസ്സി പഠനത്തിൽ ആഴമായതിനാൽ പോലീസ് അവൻ തന്നെയാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ജെസ്സി പോലീസിനെയും മായ്ച്ചു കളയുമെന്ന കാര്യം ആരും കരുതിയിരുന്നില്ല. സർവെയിലൻസിൽ നിന്ന് തന്റെ ഫോൺ മറയ്ക്കാൻ അവൻ ഒരു ബാഗ് പറ്റേറ്റ് ചിപ്സ് ഉപയോഗിച്ചു. അതിന്റെ ഉള്ളിൽ ഇരിഞ്ഞ് കുറ്റവാളിയുടെ പേര് എഴുതുകയായിരുന്നു. അവൻ വിജയം ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഒരു സ്ത്രീയിൽ നിന്നൊരു ഫോൺ കോൾ എത്തി. അവളുടെ പ്രണയിനിയെ ആ സ്ത്രീ തട്ടിക്കൊണ്ടുപോയിരുന്നു. അവൾ പറഞ്ഞു അവളുടെ ജീവൻ കാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജെസ്സി തന്നെ ഡെത്ത് നോട്ടിൽ തന്റെ പേരെഴുതണം.